ഇന്ത്യൻ ജനാധിപത്യത്തെ മതം ഹൈജാക്ക് ചെയ്യുന്നുവെന്ന് എം.എൻ. കാരശ്ശേരി. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നെഹ്റുവിയൻ ചിന്തകളെ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള സംസ്കരണങ്ങൾ നടത്തിവരികയാണെന്ന് പ്രമുഖ പ്രഭാഷകനും സാമൂഹ്യ നിരീക്ഷകനുമായ എം.എൻ. കാരശ്ശേരി അഭിപ്രായപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 41ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നെഹ്റു കണ്ട ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റു എം.എസ്. സുബ്ബലക്ഷ്മിയുടെ ഒരു പാട്ട് കേട്ട് അവരെ അനുമോദിച്ച് പറഞ്ഞത്, ഈ ചക്രവർത്തിയുടെ മുമ്പിൽ ഞാൻ ആരാണ്? അവരൊരു സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിനെയാണ്, ഞാൻ വെറുമൊരു പ്രധാനമന്ത്രിയാണെന്ന്. എം.എസ്. സുബ്ബലക്ഷ്മിയാണ് മേലെ എന്ന് അവരിയ്ക്കുന്ന സദസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാൻ ആലോചിച്ചു. ഇവിടെ കേരളത്തില് ഉണ്ടായിരുന്ന വള്ളത്തോളിന് കോൺഗ്രസിന്റെ നേതാക്കന്മാര് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും കൊടുത്ത പ്രാധാന്യം ആലോചിച്ച് നോക്കുക. ഇപ്പോ കലാമണ്ഡലം ഉദ്ഘാടനത്തിന് വരികയാണ് നെഹ്റു. അപ്പൊ ആരാണ് അതിന്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരൻ? വള്ളത്തോളാണ്. വള്ളത്തോളിന് അറിയാം, ഗാന്ധിക്ക് അറിയാം, നെഹ്റുവിന് അറിയാം. അപ്പൊ ഗാന്ധി ആദ്യം കണ്ടപ്പോ വള്ളത്തോളിനോട് ചോദിച്ചു, കവി അങ്ങ് നൂല് നൂൽക്കാറുണ്ടോ? അപ്പോ വള്ളത്തോൾ സത്യം പറഞ്ഞില്ല. അപ്പൊ ഉടനെ ഗാന്ധി പറഞ്ഞു, ഞാൻ ടാഗോറിനെ കണ്ടപ്പോൾ ഇത് ചോദിച്ചു, അദ്ദേഹം നൂല് നൂൽക്കാറില്ല, എന്താ മഹാകവികളൊക്കെ എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ ഉദ്ഘാടന പരിപാടിക്ക് അവിടെ നാട്ടുകാരൊക്കെ വലിയ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ നേതാവ്, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി, അങ്ങനെയൊന്നല്ല. അദ്ദേഹം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് തന്നെ ഒരു ലോക നേതാവാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ചെറിയ ഉദാഹരണം പറയില്ല, ആളുകൾ ഇങ്ങനെ എനിക്ക് മേലാകെ ഒരു പുഴു അരിക്കുന്ന മാതിരി തോന്നും നരേന്ദ്രമോദിയും ജവഹർലാൽ നെഹ്റുവും ചേർത്ത് പറയുമ്പോൾ. എന്താ കാരണം അറിയോ? മോദിക്ക് വലിയ സ്വീകരണം കിട്ടും. എന്താ കാരണം? 142 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ മാനേജറാണ് ഇയാൾ. അപ്പൊ അവർക്ക് 100 കച്ചവടം ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഏർപ്പാടൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ മാർക്കറ്റ് അവർക്ക് കിട്ടണം. അപ്പൊ അവര് ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കും ആരെ? മോദിയെ. എന്തിനാണ്? അത് ഈ സ്ഥാനം കൊണ്ടാ. നെഹ്റു അങ്ങനെയല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നെഹ്റു ഇറ്റലിയിലുണ്ട്. നെഹ്റു അദ്ദേഹത്തിന്റെ ഭാര്യ കമലാ നെഹ്റുവിന്റെ ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അന്ന് മുസോളിനി അവിടെ ഭരിക്കുന്നത്. മുസോളിനി ഒരു സന്ദേശവാഹകനെ പറഞ്ഞയച്ചു, ഒരു ദൂതനെ അയച്ചു. എന്താണ്? നെഹ്റുവിനെ ഒന്ന് കാണണം. അപ്പോ നെഹ്റു ഇവിടെ നേരെ പറഞ്ഞ ആരുമല്ല, ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവ് മാത്രമേ ഉള്ളൂ. 3 വട്ടം അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ നെഹ്റു പറഞ്ഞു, എന്റെ ഫ്ലൈറ്റിന് സമയമായി, അതിനിടയ്ക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം അവിടെ ഏകഛത്രാധിപതിയാണ്. അപ്പൊ ഫ്ലൈറ്റിന്റെ പ്രശ്നമൊന്നുമില്ല എന്ന് അദ്ദേഹം വീണ്ടും വിവരം പറഞ്ഞയച്ചപ്പോ നെഹ്റു പറഞ്ഞു, എനിക്ക് കാണാൻ താല്പര്യമില്ല. കാരണം നെഹ്റുവിനെ വിശദീകരണം പറഞ്ഞത്, ഒരു ഏകാധിപതിയെ കോൺഗ്രസിന്റെ നേതാവ് ചെന്ന് കണ്ടാൽ അതിന് അവർ പല അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത്ര പ്രസിദ്ധനും അത്രയധികം ലോകം മുഴുവൻ ആദരിക്കുന്നതിനായ ഒരാളാണ് നെഹ്റു. പ്രചരണ കമ്മിറ്റി ചെയർമാൻ രാജീവൻ ഇളയാവൂർ അധ്യക്ഷനായി. KSSPA സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. M. പ്രദീപ് കുമാർ, K. ജയരാജ്, K. രാമകൃഷ്ണൻ, KV ഭാസ്കരൻ, TV ഗംഗാധരൻ, T. കുഞ്ഞികൃഷ്ണൻ, P. സുഖദേവൻ മാസ്റ്റർ, P. അബ്ദുൽ ഖാദർ മാസ്റ്റർ, UK സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. KSSPA കലാസാംസ്കാരിക വിഭാഗമായ സ്പേസ് കണ്ണൂർ അവതരിപ്പിച്ച രാജാവ് നഗ്നനാണ് എന്ന തെരുവു നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അല്ല, ശരിക്കും ആരെ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യങ്ങൾ വീട് പണി പൂർത്തിയാക്കണമെന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രയല്ലോ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര
കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ മുതലാളി. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.